+2 തുല്യത ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 12ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇഡിയംസിനെ കുറിച്ചായിരുന്നു. ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻ എ ഫിക്സഡ് ഓർഡർ ദാറ്റ് ഹാവ് എ പെർട്ടിക്കുലർ മീനിങ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ മീനിങ് ഓഫ് ഈച്ച് വേർഡ് ഓൺ ഇറ്റ്സ് ഓൺ. അപ്പോൾ നമ്മളതിനുള്ള ഉദാഹരണങ്ങളും പറഞ്ഞു. ശൈലികൾ എന്ന് നമുക്ക് അതിനെ മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ധാരാളം ശൈലികൾ നമ്മൾ തന്നെ മലയാളത്തിൽ ധാരാളം ശൈലികൾ ഉപയോഗിക്കാറുണ്ട്. ആ ശൈലികളെക്കുറിച്ചൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. ആ ശൈലി പ്രയോഗങ്ങളൊക്കെ വെണ്ടക്ക നിരത്തി, പത്രങ്ങൾ വെണ്ടക്ക നിരത്തി, വെണ്ടക്ക അക്ഷരത്തിലെഴുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെണ്ടയ്ക്ക കൊണ്ട് എഴുതി എന്നുള്ളതല്ല, അത്രയും വണ്ണത്തിൽ വലിപ്പത്തിലും എഴുതി എന്നുള്ളതാണ്. അത്തരം നമ്മൾ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും രൂപപ്പെട്ട് വരുന്ന ഇത്തരത്തിലുള്ള ശൈലികൾ ഭാഷയ്ക്ക് വളരെയധികം ഭംഗി നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ 44ാമത്തെ പേജിലാണ് ഇപ്പോൾ ഉള്ളത്. 44ാമത്തെ പേജിൽ. അപ്പോൾ ഇതിൽ പല ഇഡിയംസിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായ ഗ്രാമർ പഠനത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. നമ്മളതിന് പകരമായി ആദ്യം ഈ പുസ്തകത്തെക്കുറിച്ചും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇംഗ്ലീഷ് പാസേജുകളെക്കുറിച്ചും നിരന്തരമായി നമ്മൾ അതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു അടിസ്ഥാനം നമുക്കുണ്ടാകുമ്പോൾ മറ്റ് ഗ്രാമർ ഭാഗങ്ങളിലേക്ക് കിടക്കാവുന്നതാണ്. ആ മാച്ച് ചെയ്യുന്നതിൽ ഒന്നുള്ളത് ഗിവ് ഇറ്റ് എ ഷോട്ട്. ഗിവ് ഇറ്റ് എ ഷോട്ട്, അതിൻ്റെ അർത്ഥം ടു ട്രൈ എന്നാണ്. ഐ ഗിവ് ഇറ്റ് എ ഷോട്ട്, ഞാനതിനൊന്നൊരു വെടിവെച്ചു എന്നുള്ളതല്ല അർത്ഥം, ഞാനതിന് ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ ഇഡിയം ഉപയോഗിച്ച് പലതരം വാക്കുകൾ, വാചകങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ആ ഇഡിയത്തെക്കുറിച്ചുള്ള ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഗിവ് ഇറ്റ് എ ഷോട്ട്. ഗിവ് ഇറ്റ് എ ഷോട്ട് എന്ന് പറഞ്ഞാൽ ടു ട്രൈ. ഐ ഗേവ് എ ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒന്ന് പരിശ്രമിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാഡ് ആസ് എ ഹോണറ്റ്. ഹോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം കടുന്നല, വളരെ കുത്തിയാൽ വളരെയധികം വേദനയുള്ള ഒരു തരം കടുന്നലാണ് ഹോണറ്റ്. ആ ഹോണറ്റ് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ വളരെ ശക്തമായ വേദനയൊക്കെ ഉള്ളതാണ്. മാഡ് ആസ് എ ഹോണറ്റ്, ഒരു കടുന്നലിനെ പോലെ ഭ്രാന്തായി എന്നതാണ്. മാഡ് ആസ് എ ഹോണറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം വെരി ആംഗ്രി. വെരി ആംഗ്രി എന്നാണ് മാഡ് ആസ് എ ഹോണറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്വയറ്റ് ആസ് എ മൗസ്. ഹീ ഈസ് ക്വയറ്റ് ആസ് എ മൗസ്. ഒരു കുഞ്ഞനെലിയെപ്പോലെ ശാന്തനാണ് അയാൾ. ക്വയറ്റ് ആസ് എ മൗസ്, ടു ബി വെരി ക്വയറ്റ്. ഈഗിൾസ് ഐ. ഈഗിൾസ് ഐസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈഗിൾസ് ഐ. ഈഗിൾസ് ഐ എന്ന് പറഞ്ഞാൽ അർത്ഥം ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ദാൻ ദി ആവറേജ്. അതായത് സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ സാധാരണക്കാർ ചെയ്യുന്നതിനേക്കാളും ഉപരി ആയി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന
ഇതിനെയാണ് ഈഗിൾസ് ഐസ് എന്ന് പറയുന്നത്. ബി ഇൻ ഹോട്ട് വാട്ടർ, ടു ബി ഇൻ ട്രബിൾ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളത്തെ കണ്ടാൽ പേടിക്കുമെന്നാണ്. അത് നമ്മൾ ഇതിനുള്ള ഒരു ശൈലിയാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട പൂച്ച പിന്നെ ആ പ്രശ്നമുള്ള പ്രദേശത്തേക്ക് പോവില്ല. ബി ഇൻ ഹോട്ട് വാട്ടർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടു ബി ഇൻ ട്രബിൾ, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് എ ഹിഡൻ മീനിങ്. നമ്മൾ പലതരത്തിലുള്ള പ്രയോഗങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ ലേഖനങ്ങൾ എഴുതുമ്പോഴൊക്കെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം, ആ വരികൾക്ക് നേരിട്ടുള്ള അർത്ഥമായിരിക്കില്ല ശരിക്കുള്ള യഥാർത്ഥ അർത്ഥം. അത്തരം യഥാർത്ഥ അർത്ഥത്തിനെ കണ്ടെത്തുന്നതിന് ഫൈൻഡ് എ ഹിഡൻ മീനിങ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇനി കഴിഞ്ഞ 27-ാം തീയതിയിലത്തെ മാതൃഭൂമിയിലെ വിദ്യ എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ടാവാറുണ്ട്. അതിൽ ചില പ്രയോഗങ്ങൾ, ഭംഗിയുള്ള പ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് സ്വായത്തമാക്കാവുന്നതാണ്. അതിലൊന്നാണ് അലൈവ് ടു. അലൈവ് ടു എന്ന് പറഞ്ഞാൽ അർത്ഥം ആഴത്തിൽ അറിവുണ്ടായിരിക്കുക എന്നാണ്. I am not alive to the modern technology of mobile phone. I am not alive to the latest political situation in America. ഇങ്ങനെ സ്വന്തമായി നമുക്കത് ആ വാക്കുകൾ ഉണ്ടാക്കാവുന്നതാണ്. അലൈവ് ടു, അതിൻ്റെ അർത്ഥം ആഴത്തിലുള്ള അറിവ് ഉണ്ടാവുക എന്നതാണ്. എ കൺഫേംഡ് ബാച്ചിലർ. നിങ്ങൾക്കറിയാം, ഒരാൾ ബാച്ചിലർ, കല്യാണം കഴിക്കാത്ത ആൾ, ഒരു 30 വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കാത്ത ആളെയും നമ്മൾ ബാച്ചിലർ എന്ന് വിളിക്കും. പക്ഷെ 30 35 40 45 50 ആകുമ്പോൾ ഇനി അയാൾ കല്യാണം കഴിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടേ വരും. അങ്ങനത്തെ ആളെയാണ് കൺഫേംഡ് ബാച്ചിലർ എന്ന് പറയുന്നത്. ഇനി ഹിറ്റ് ദ റോഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം യാത്ര ആരംഭിക്കുന്നു എന്നുള്ള. വി ആർ ഗോയിങ് ടു ഹിറ്റ് ദ റോഡ് എന്നാരെ പറഞ്ഞാൽ റോഡ് കൊത്തിപ്പൊളിച്ച് കേടുവരുത്താൻ വരിക എന്നുള്ളതല്ല. വി ആർ ഗോയിങ് ടു ഹിറ്റ് ദ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്, ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പം ഒരുപാട് ശൈലികൾ ഉണ്ട്, ഒരുപാട് ഇഡിയംസ് ഉണ്ട്. ആ ഇഡിയംസ് നമ്മൾ മനസ്സിലാക്കൽ 1-2 ഈ ക്ലാസ്സുകളിലൂടെയല്ല. നമ്മൾ തുല്യതാ പരീക്ഷ എഴുതുന്ന മുതിർന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് നമ്മൾ ഈ കൃത്യമായ ഒരു പഠന രീതി നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടും നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം കഴിയുന്നത്ര ഇംഗ്ലീഷ് പേപ്പറുകൾ വായിച്ച് അതിലുപയോഗിച്ചിട്ടുള്ള ഇഡിയംസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അവയെക്കുറിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ സെൻറ്റൻസുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ശൈലീ പ്രയോഗങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. അത്തരം ശൈലീ പ്രയോഗങ്ങളെ നമ്മൾ സംസാര ഭാഷയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഐ ആം നോട്ട് അലൈവ് ടു ദി മോഡേൺ ടെക്നോളജി ഓപ്പറേഷൻ ഓഫ് മൊബൈൽ ഫോൺ, ഐ ആം നോട്ട് അലൈവ് ടു ദി ഓപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ ഐ ആം നോട്ട് അലൈവ് ടു എന്നൊക്കെ നമ്മളിപ്പോൾ ഒരാൾ പറയാം, എനിക്കതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവില്ല, നമുക്ക് പുറമേയുള്ള അറിവുകൾ മാത്രം. അപ്പോൾ ഈ ശൈലികൾ നമ്മളെ സംസാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ശൈലികൾ എവിടെയെങ്കിലും നമ്മൾ ഈ വായനയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക. അല്ല നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് കൃത്യമായി ഗ്രാമറും മീസും വാസും ഹാസ് ഹാഡായും എന്നൊക്കെ പറയുന്നതിലുപരിയായിട്ട് നമുക്ക് ഈ ഭാഷയോട് സ്നേഹം തോന്നാനും ഈ ഭാഷ നന്നായി പഠിക്കാനും ഭാവിയിലേക്ക് ഏതായാലും +2
തുല്യതാ പരീക്ഷ മെല്ലെ രക്ഷപ്പെട്ടു പോവുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശം. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 തുല്യതാ പരീക്ഷയോടുകൂടി തന്നെ അതിൻ്റെ പാസ്സാവുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഭാഷ സ്വായത്തമാക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ എപ്പിസോഡ്, പാസ്ഡ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. അത്തരം വാക്കുകളൊക്കെ ശൈലികളൊക്കെ നമുക്ക് പല സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഐ വിഷ് all of my students should pass their examination, +2 examination with the flying colors. അല്ലെങ്കിൽ pass the examinations with the flying colors. അപ്പോൾ ഇത്തരമുള്ള ശൈലികൾ ഇനിയും നിങ്ങൾ ഇനി വരുന്ന പാഠപുസ്തകത്തിൽ തന്നെ കാണാൻ സാധിക്കും. അത് നമുക്ക് പഠിക്കേണ്ടതാണ്. ഈ ശൈലികൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്നത് ചില ഒറിജിൻസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മളത് ഇപ്പോൾ ചെണ്ട കൊട്ടിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശൈലികളൊക്കെ നമ്മൾ രൂപപ്പെടുന്നത് പല സാഹചര്യങ്ങളിൽ പിന്നെ അത് പറഞ്ഞ് അതങ്ങ് ഒരു ഭാഷയുടെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി ഇത്തരം ശൈലികളുള്ള ഒരു പാസേജാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിൽ ആക്ടിവിറ്റി നമ്പർ 3, ടു ക്രൈ വൂൾഫ് എന്ന് പറഞ്ഞൊരു ഇഡിയമുണ്ട്. ടു ക്രൈ വൂൾഫ്. അത് വന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു ആട്ടിടയനായ കുട്ടി മലമുകളിൽ ആടിനെ മേച്ചുകൊണ്ടിരുന്നപ്പോൾ, വെറുതെ ഇരുന്ന് ആടിനെ മേച്ചിരുന്നപ്പോൾ കുട്ടിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കണല്ലോ എന്ന് വിചാരിച്ച് ചെന്നായ വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞു. അത് നാട്ടുകാരൊക്കെ കൂടെ വന്ന് ഈ കുട്ടിയെയും ആടിനെയും ചെന്നായിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഓടിക്കൂടി. കുട്ടി പറഞ്ഞു പറ്റിച്ചേ. അങ്ങനെ 2ാമത്തെ പ്രാവശ്യവും ചെന്നായ വരുന്നേ എന്ന് പറഞ്ഞ് കുട്ടി നാട്ടുകാരെ പറ്റിച്ചു. 3ാമത്തെ പ്രാവശ്യം പറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ വന്നില്ല. കുട്ടിയുടെ ആട്ടിൻകൂട്ടത്തെയൊക്കെ ഈ ചെന്നായകൾ കടിച്ചു കൊന്നു എന്നുള്ളതാണ് കഥ. അപ്പോൾ അവിടെ വരുന്നത് ടു ക്രൈ വൂൾഫ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ട് എന്ന് പറയുക. ഭയാനകമായൊരു കാര്യത്തെ ഉണ്ട് എന്ന് വെറുതെ പറയുക. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കാര്യം പറയുക. അതാണ് ടു ക്രൈ വൂൾഫ് എന്നുള്ള ശൈലിയുടെ അർത്ഥം, എന്നുള്ള ഇഡിയത്തിൻ്റെ അർത്ഥം. അത് വന്നത് ഈ കഥയിൽ നിന്നാണ്. അങ്ങനെ ഇത് വരുന്നതിന് ഓരോ വഴികളുണ്ട്, അതിൻ്റേതായ ഓരോ വഴികളുണ്ട്. ആ വഴികളിലൂടെയാണ്, ആ സന്ദർഭങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള ശൈലികളൊക്കെ ഇംഗ്ലീഷിൽ രൂപപ്പെടുന്നത്. ഇനി നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് ഞാനൊന്ന് വായിക്കാം. അതിൽ ശൈലി പ്രയോഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആ ശൈലി? അപ്പോൾ നമുക്ക് ആദ്യം ഈ ശൈലി പ്രയോഗം ഇഡിയംസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷിൽ വൊക്കാബുലറി, അതായത് അതിൻ്റെ ഭാഷാർത്ഥം മാത്രം മനസ്സിലായതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കതിൻ്റെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ആ ഇഡിയം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ആ പാസേജാണ് വായിക്കുന്നത്. Bob was sick as a dog, but after having fully recovered from his illness, Bob had a new lease of life. He took up work again, but his boss was a pain in the neck. After work, Bob used to go for a walk, which did him a world of good. Just like that, he could recharge his batteries. After the walk, he felt fresh as a daisy. After getting home from his walk, Bob had dinner. He used to eat fast food for dinner, but he kicked that habit and preferred to fix something himself. He knew you are what you eat.
ബോബ് വാസ് സിക്ക് ആസ് എ ഡോഗ്. നമ്മളെന്താ മനസ്സിലാക്കുന്നത്? നായയെപ്പോലെ സിക്ക് എന്ന് പറഞ്ഞ രോഗം, നായയെപ്പോലെ രോഗിയായി ബോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ അർത്ഥത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം ബോബ് വാസ് സിക്ക് ആസ് എ ഡോഗ്. വെരിയിൽ, ബോബ് വാസ് വെരിയിൽ, എസ്പെഷ്യലി വിത്ത് കൺസേൺ ടു സ്റ്റൊമക്ക്, ഇൽനെസ് കൺസേൺ ടു സ്റ്റൊമക്ക്, ഇൽനെസ് കണക്റ്റഡ് വിത്ത് സ്റ്റൊമക്ക്. അപ്പോൾ ഈ വയറുമായിട്ട് ബന്ധപ്പെട്ട അതിരൂക്ഷമായ രോഗത്തിനെയാണ് നമ്മൾ രോഗമുള്ള അവസ്ഥയാണ് നമ്മൾ സിക്ക് ആസ് എ ഡോഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോബ് വാസ് സിക്ക് ആസ് എ ഡോഗ്, അതായത് സുഖമില്ലാതെ, വയറിന് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ബട്ട് ആഫ്റ്റർ ഹാവിങ് ഫുള്ളി റിക്കവേർഡ് ഫ്രം ഹിസ് ഇൽനെസ്, അയാളുടെ ആ സുഖമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പരിപൂർണമായി രോഗത്തിൽ നിന്ന് മുക്തനായ ശേഷം ബോബ് ഹാഡ് എ ന്യൂ ലീസ് ഓഫ് ലൈഫ്. ബോബ് ഹാഡ് എ ന്യൂ ലീസ് ഓഫ് ലൈഫ്, എ ഫ്രഷ് സ്റ്റാർട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ബോബ് ഹാഡ് എ ഫ്രഷ് സ്റ്റാർട്ട്. അത് നമുക്കുണ്ടാവുമല്ലോ. നമ്മളൊരു സുഖമില്ലാതെ കിടപ്പിലായതിനു ശേഷം ആ രോഗം മാറി പിന്നെ നമ്മൾ പുതുതായിട്ട് ജീവിതം തുടങ്ങാൻ പോകും. കിടപ്പിലായ നമ്മൾ പിന്നെ രോഗങ്ങളൊക്കെ മാറി ഫ്രഷായി പുറത്തിറങ്ങി നമ്മളെ ജോലികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. ബോബ് ഹാഡ് എ ന്യൂ ലീസ് ഓഫ് ലൈഫ്, ഒരു ഫ്രഷ് സ്റ്റാർട്ടായി. ബോബ് ഹാഡ് എ ഫ്രഷ് സ്റ്റാർട്ട്. ഹി took up work again, but his boss was a pain in the neck. ജോലി വീണ്ടും ഏറ്റെടുത്തു. അയാൾ took up work again, ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ his boss was a pain in the neck. പെയിൻ ഇൻ ദ നെക്ക് എന്ന് പറഞ്ഞാൽ കഴുത്തിൽ വേദനയാണ്. കഴുത്തിൽ വേദന അല്ല, ശല്യക്കാരനാണ് എന്നതിൻ്റെ അർത്ഥം. പെയിൻ ഇൻ ദ നെക്ക്, ഈസ് എ പെയിൻ ഇൻ ദ നെക്ക്. ഹിസ് ബോസ് വാസ് എ പെയിൻ ഇൻ ദ നെക്ക്. നിങ്ങളുണ്ടാവും പല ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുക. യുവർ ബോസ് മേ ബി എ പെയിൻ ഇൻ ദ നെക്ക് ഫോർ യു. നിങ്ങളുടെ ബോസ് ചിലപ്പോൾ ഒരു പെയിൻ ഇൻ ദ നെക്ക്, നിങ്ങൾക്കൊരു ന്യൂസൻസ് ആയിട്ട് അനുഭവപ്പെടാം. ആഫ്റ്റർ വർക്ക് ബോബ് യൂസ് ടു ഗോ ഫോർ എ വാക്ക്. നടക്കാൻ പോകുമായിരുന്നു. വിച്ച് ഡിഡ് ഹിം എ വേൾഡ് ഓഫ് ഗുഡ്. എ വേൾഡ് ഓഫ് ഗുഡ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഹെൽത്തി എന്നും പറയാം, അല്ലെങ്കിൽ വെരി ഹാപ്പി എന്ന് പറയാം. വിച്ച് മെയ്ഡ് ഹിം എ വേൾഡ് ഓഫ് ഗുഡ്. ആ നടത്തം അയാളുടെ ആരോഗ്യവാനും സന്തോഷവാനുമാക്കി. ഡിഡ് ഹിം എ വേൾഡ് ഓഫ് ഗുഡ്. ഇതൊക്കെ ഓരോ ഇഡിയംസാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് he could recharge his batteries. അയാളുടെ നഷ്ടപ്പെട്ടു പോയ ഊർജം അയാളുടെ ഒരു ബാറ്ററിയിൽ നിന്ന് ഊർജം പുറത്തേക്ക് പോയി മനുഷ്യൻ പലതരത്തിലുള്ള വിഷമതകളും അനുഭവിച്ച് ബുദ്ധിമുട്ടായി അവൻ്റെ എല്ലാ തരത്തിലുള്ള ഊർജവും, കായികവും ആരോഗ്യപരമായ എല്ലാ ഊർജവും പുറത്തു പോയി കഴിഞ്ഞാൽ ബാറ്ററി പോലെ നമുക്ക് തന്നെ റീചാർജ് ചെയ്യാം. പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും സന്തോഷകരമായ അവസ്ഥകളിലൂടെയും എക്സസൈസിലൂടെയും നല്ല ഭക്ഷണത്തിലൂടെയൊക്കെ. അതിൻ്റെ ആ ശൈലിയാണ്. ഹി കുഡ് റീചാർജ് ഹിസ് ബാറ്ററീസ്. ആഫ്റ്റർ ദ വാക്ക് ഹി ഫെൽറ്റ് ഫ്രഷ് ആസ് എ ഡെയ്സി. അപ്പോൾ ഈ നടത്തും കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്തു? അയാളുടെ ഈ അലസതകളും എല്ലാ കാര്യങ്ങളും മാറി നല്ല ആരോഗ്യവാനാവാൻ, നല്ല ഊർജം സംഭരിക്കാൻ കഴിയും. അതാണ് ഹി കുഡ് റീചാർജ് ഹിസ് ബാറ്ററി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബോബിൻ്റെ കയ്യിലൊരു ബാറ്ററി ഉണ്ടെന്നും അയാളത് എന്നിട്ട് എന്നും നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കുത്തി ചാർജ് ചെയ്യുമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ആഫ്റ്റർ ദ വാക്ക് ഹി ഫെൽറ്റ് ഫ്രഷ് ആസ് എ ഡെയ്സി. വെരി എനർജറ്റിക്. ഐ ഫീൽ ഫ്രഷ് ആസ് എ ഡെയ്സി. When I got up and did my exercise or took a bath or had a walk around here and there or walk through the road or early in the morning, I got up early in the morning and went for a walk through the hillside, and I felt fresh as a daisy. വളരെ ഊർജ്ജസ്വലനായി മാറി. ഫ്രഷ് ആസ് എ ഡെയ്സി.
After getting home from his walk, വീട്ടിലേക്ക് എത്തിയതിന് ശേഷം, after getting home from his walk, Bob had a dinner. He used to eat fast food for dinner. Fast food is also an idiom. Fast food. Fast. വേഗത്തിൽ. Food. ഭക്ഷണം. വേഗ ഫുഡ് എന്ന് പറഞ്ഞ സാധനം. Actually, fast food means food prepared very fastly. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഭക്ഷണത്തിനെയാണ് യഥാർത്ഥത്തിൽ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. പിസ്സ, ബർഗർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് റെഡിമെയ്ഡ് വെരി ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മളതിൽ പിന്നെ ബ്രോസ്റ്റ്, ചിക്കൻ സഹായ് ഹൊഹായ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അതാണ് ഫാസ്റ്റ് ഫുഡ്. ഹി യൂസ് ടു ഈറ്റ് ഫാസ്റ്റ് ഫുഡ് ഫോർ ഡിന്നർ. ഈ ഫാസ്റ്റ് ഫുഡൊക്കെ നമ്മൾ അറിയാതെ പ്രയോഗിക്കുന്ന ശൈലികളാണ്. ഫാസ്റ്റ് ഫുഡ് കടകൾ, ഫാസ്റ്റ് ഫുഡ് ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചുപോയി. ബട്ട് ഹി കിക്ക്ഡ് ദാറ്റ് ഹാബിറ്റ്. ഐ കിക്ക്ഡ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്. ഞാനത് ഉപേക്ഷിച്ചു. ഐ കിക്ക്ഡ് ദ ഹാബിറ്റ്. അല്ലാതെ അതിനെ പിടിച്ച് ചവിട്ടി എന്നല്ല അർത്ഥം. കിക്ക്ഡ് എന്ന് പറഞ്ഞാൽ ചവിട്ടിന്ന്. ഐ kicked that habit and preferred to fix something for himself and preferred to fix something for when my wife is not in the house or I'm alone. I prefer to fix something for myself. എന്തെങ്കിലും ഉണ്ടാക്കാനാണ്, കഞ്ഞിയോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ പുറത്ത് പോയി ഹോട്ടലിൽ നിന്ന് ഒരു ദിവസം കഴിക്കാൻ, രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോൾ യു മേ ഓൾ ഫീൽ very bad, especially stomach problems this will cause stomach problems and at first you feel hotel food is very tasty. Once or twice you can have it a day. After 1 or 2 days it will be comfortable for you. After some days you feel very bad. You feel stomach problems will start and you will not get the taste. Lot of problems will arise because you all know the hotel foods are not good for health. So better you fix something for yourself. Are you taking food outside every day? Yes. No, it is not good for your health. Better you fix something for yourself. Okay? ഇങ്ങനെ നമ്മൾ ആ ശൈലി പ്രയോഗിക്കുകയാണ്. And he know you are what you eat. He knows what you eat. അതായത് നമ്മൾ എന്താണ് കഴിക്കുന്നത് അതാണ് നമ്മളുടെ ആരോഗ്യവും നമ്മളുടെ സൗന്ദര്യവും നമ്മളുടെ ഊർജവും എല്ലാം എന്നാണ്. അപ്പോൾ ഈ പാസേജിൽ ഇത്രയധികം ശൈലികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശൈലീ പ്രയോഗങ്ങൾ മനസ്സിലാക്കിയാൽ, ഈ ഇഡിയംസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ആൾക്കാരോട് ഭംഗിയായിട്ട് ഈ ഭാഷയിൽ എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പുസ്തകത്തിന് അപ്പുറത്തായിട്ട് എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇഡിയംസിന് ഇപ്പോൾ ടെലിഫോൺ പറഞ്ഞ ഹാങ് ഓൺ, ഹോൾഡ് ഓൺ എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമ്മളത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഹാങ് ഓൺ എന്ന് പറഞ്ഞ ഫോണായിട്ട് തൂങ്ങല്ല. അപ്പോൾ ആ ശൈലി പ്രയോഗങ്ങൾക്ക് വളരെയധികം വൊക്കാബുലറിയെ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. ഈ ക്ലാസ്സുകളിലും ഈ പാഠഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഗിവിങ് എൻ ഇൻട്രൊഡക്ഷൻ ടു യു. അല്ലാതെ അത് നിങ്ങൾക്ക് അപ്പം നിങ്ങൾ വീണ്ടും തുടർച്ചയായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് വെരി ഈസി. You buy newspaper, English newspaper, or buy some English magazine, or get a old English newspaper 2 days back or 3 days back or 1 week back, any English newspaper, and just read it. You read it, try to understand the words, and try to you read between the lines. ആ നേരിട്ട അർത്ഥമല്ലാതെ അർത്ഥങ്ങളുണ്ടാവും. അപ്പോൾ ആ അർത്ഥങ്ങൾ ഇപ്പം പാക് ഓക്കുപ്പൈഡ് കാശ്മീർ is a bone of contention.
Pak-occupied Kashmir is a bone of contention between India and Pakistan. അതിൻ്റെ അർത്ഥം എന്താ? പാക്ക് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള കാശ്മീർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു തർക്ക വിഷയമാണെന്ന്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്തപ്പോൾ അത് കാര്യം മനസ്സിലാവും? ഈ അതിർത്തിക്കൊക്കെ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയാം, ഓർ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, പിന്നെ ഒരുപാട് ശൈലികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തോന്നുന്നു ഇത്രയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നില്ല. അത് പേപ്പർ ചെറുത് വായിക്കുമ്പോൾ ഓരോ ദിവസം 1, 2, 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. ഇനി ഈ ഭാഷാ പ്രയോഗത്തിൽ വേറൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റീസിൽ നമ്മളിപ്പോൾ ഒരാളോട് പറയും, ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ നാളെ സിനിമയ്ക്ക് പോകും. നിങ്ങൾ മാഷ് പറഞ്ഞു, മാഷ് നാളെ സിനിമയ്ക്ക് പോകും. അല്ലെങ്കിൽ പറയാം, ഞാൻ പറയുന്നു ഞാൻ നാളെ സിനിമയ്ക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ പറയാം. മാഷ് പറഞ്ഞു ഞാൻ നാളെ സിനിമയ്ക്ക് പോകും. മാഷ് പറഞ്ഞാട്ടോ, മാഷ് പറഞ്ഞു ഇൻവേർട്ടഡ് കോമ ഞാൻ നാളെ സിനിമയ്ക്ക് പോകും. എന്നാൽ വേറെ ആളുള്ളത് വേറെ രീതിയിലും പറയാം. മാഷ് പറഞ്ഞു മാഷ് നാളെ സിനിമയ്ക്ക് പോകും. മാഷ് നാളെ സിനിമയ്ക്ക് പോകും എന്ന് മാഷ് പറഞ്ഞു എന്നും നമുക്ക് വേറെ ആളോട് പറയാം. അങ്ങനെ നമ്മൾ പറയുന്നതിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. നേരിട്ട് പറയുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. നാളെ ക്ലാസ് ഉണ്ടാകും, ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ നിന്ന് പറയണം നാളെ ക്ലാസ് ഉണ്ട്, നാളെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. മാഷ് പറഞ്ഞു നാളെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നാളെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, എല്ലാവരോടും നാളെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് എന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. മറ്റേതങ്ങനെയല്ല, മാഷ് പറഞ്ഞു നാളെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, നാളെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് എന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട്, അതായത് ഡയറക്റ്റ് സംസാരം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അവതരിപ്പിക്കാം, നേരിട്ട് തന്നെ സംസാരിക്കാം. അല്ലെങ്കിൽ അയാൾ പറഞ്ഞു എന്ന് പറയാം. പത്തായത്തിലില്ലെന്ന് അച്ഛൻ പത്തായത്തിലില്ലെന്ന് പറയാൻ അച്ഛൻ പറഞ്ഞു എന്നുപോലെ ഞാൻ പത്തായത്തിലില്ല എന്ന് പറഞ്ഞു മകനോട്, അച്ഛൻ പത്തായത്തിലില്ലെന്ന് പറയാൻ പറഞ്ഞു എന്ന പോലെ 2 രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഈ പാഠഭാഗത്തിലൊരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇൻ ദ സ്റ്റോറി ദ ഗ്രാൻഡ് മദർ സെഡ്, ഐ ആം ടച്ചിങ് ദ ഫീറ്റ് ഓഫ് എ ടീച്ചർ, നോട്ട് മൈ ഗ്രാൻഡ് ഡോട്ടർ. I am touching the feet of a daughter, not my granddaughter. After reading this, you want to tell somebody that what grandmother said. ഇനി വേറെ ആളിത് പറയണം, ഈ ഗ്രാൻഡ് മദർ എന്താ പറഞ്ഞതെന്ന് വേറെ 2 രീതി പറയാം. യു ക്യാൻ റിപ്പീറ്റ് ഗ്രാൻഡ് മദേഴ്സ് വേർഡ്സ്, അതേ വാക്കുകൾ തന്നെ ആവർത്തിപ്പിക്കാം. ദ ഗ്രാൻഡ് മദർ സെഡ്, ഇൻവെർട്ടഡ് കോമയിൽ എഴുതാം, ഐ ആം നോട്ട് ടച്ചിങ് ദ ഫീറ്റ് ഓഫ് എ ടീച്ചർ, നോട്ട് മൈ ഗ്രാൻഡ് ഡോട്ടർ. ദിസ് ഡയറക്റ്റ് സ്പീച്ച്. ഇനി വേറെ രീതിയിൽ എന്താ പറയുക? ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ഷീ വാസ് ടച്ചിങ് ദ ഫീറ്റ് ഓഫ് എ ടീച്ചർ, നോട്ട് ഹെർ ഗ്രാൻഡ് ഡോട്ടേഴ്സ്. ഞാൻ പറഞ്ഞു, ഞാനത് ആദ്യം പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ അധ്യാപികയുടെ കാൽ തൊട്ടാണ് വന്നിരിക്കുന്നത്, അല്ലാതെ എൻ്റെ പേരക്കുട്ടിയുടേതല്ല. അപ്പോൾ ഗ്രാൻഡ് മദർ പറഞ്ഞു, ഞാൻ എൻ്റെ അധ്യാപികയുടെ കാൽ തൊട്ടാണ് വന്നിക്കുന്നത്, പേരക്കുട്ടിയുടേതല്ല. എന്നാൽ നമ്മൾ മറ്റേതിൽ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഗ്രാൻഡ് മദർ പറഞ്ഞു ഐ ആം നോട്ട് ടച്ചിങ് ദ ഫീറ്റ് ഓഫ്, ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ഷീ വാസ്, ഞാൻ എൻ്റെ പേരക്കുട്ടിയുടെ കാല് തൊടുക അല്ലായിരുന്നു, പേരക്കുട്ടിയുടെ കാലായിരുന്നു, ഞാൻ എൻ്റെ അധ്യാപികയുടെ കാലായിരുന്നു തൊട്ടത്, പേരക്കുട്ടിയുടേതല്ലായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞു എന്നാണ് ഇത് റിപ്പോർട്ടർ സ്പീച്ചായിട്ട് വരുമ്പോൾ. ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ഷീ വാസ് ടച്ചിങ് ദ ഫീറ്റ് ഓഫ് എ ടീച്ചർ, നോട്ട് ഗ്രാൻഡ് ഡോട്ടേഴ്സ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ ഒരു നേരിട്ട് പറയുന്നത്, അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞ അതേ വാചകം നേരിട്ട് കൊടുക്കുന്നത് ഡയറക്റ്റ് സ്പീച്ചും, അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ പറയുന്നു. മലയാളത്തിലേക്കാകുമ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവും, ഇംഗ്ലീഷ് ഭാഷയും മലയാള ഭാഷയും തമ്മിലുള്ള. അതാണ് ഡയറക്റ്റ് സ്പീച്ചും. ഇനി സാറ സെഡ് ദാറ്റ്
she was going for a movie. I am going for a movie. Sarah said that I am going for a movie. സാറ പറയാണ് ഇവിടുന്ന് I am going for a movie. It's a direct one. Sarah said she was going for a movie. സാറ എന്ത് പറഞ്ഞു? ഞാനിവിടെ കണ്ടപ്പോൾ ഞാനൊരു മൂവിക്ക് പോവുമായിരുന്നു എന്നോട് പറഞ്ഞു. സാറ സെറ്റ് ഐ ആം ഗോയിങ് ഫോർ എ മൂവി എന്നുള്ളത് ഡയറക്റ്റും, സാറ സെറ്റ് ദാറ്റ് ഷീ വാസ് ഗോയിങ് ഫോർ എ മൂവി. ഞാൻ പിന്നെ പറയാണ് അവളോട് അവിടെ ഒരു മൂവിക്ക് പോവുകയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. മറ്റേ ഞാനൊരു മൂവിക്ക് പോവുകയാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ ഈ ഭാഗങ്ങളിൽ ഈ റിപ്പോർട്ടർ സ്പീച്ചും ഡയറക്റ്റ് സ്പീച്ചും എങ്ങനെ മാറ്റി മാറ്റി എഴുതാൻ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആക്ടിവിറ്റിയിലൂടെ ഇതാക്കേണ്ടത്. അത് നമുക്കൊരു പാഠഭാഗമായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇനിയുള്ളത് അഡ്ജക്റ്റീവ്സ്. Adjective is a word which modifies a noun. Adjective is a word which modifies a noun. ഒരു noun എടുക്കുക. അപ്പോൾ നിങ്ങളെ പേരിനെടുക്കുക. I am smart Rajan. I am beautiful Sheila. She is a fat-headed man. It's a ക്ലൗഡി ഡേ. ഡേ എന്ന് പറഞ്ഞ ദിവസം മേഘാവൃതമായ ദിവസം. അങ്ങനെ ഓരോ നൗണിനെയും നാമത്തെയും മോഡിഫൈ ചെയ്യുന്നു. മാൻ, ഹീസ് എ ഫാറ്റ് മാൻ. ബ്യൂട്ടിഫുൾ കാർ. കാർ എന്ന നൗണിന് ബ്യൂട്ടിഫുൾ കാർ എന്ന് ഇത്തരത്തിലുള്ള നാമങ്ങളെ വിശേഷിപ്പിക്കുന്നതിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ക്ലാസ് എന്ന് പറയാം, ടോൾ ഗീത, ഫാറ്റ് റഹ്മാൻ, സ്മാർട്ട് ലീല, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഫാത്തിമ, ലവ്ലി ഐഷ എന്ന് നിങ്ങൾ ഓരോ ആൾക്കാരുടെയും ഓരോ സാധനത്തിനെ പറ്റിയും, ഷാർപ്പ് നൈഫ്, ഇത്തരത്തിലുള്ളൊരു ഏത് നൗണിനെയും നമ്മളതിൽ ഒരു വാചകം കൊണ്ട് വിശേഷിപ്പിക്കുന്നതിനാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കണ്ടെത്താവുന്ന. അപ്പം നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ റിമെമ്പർ മീ എന്നുള്ള പാഠം ആണ് പഠിക്കുക. അപ്പോൾ what is my wish to you is all my students should pass the examination with flying colors. Thank you.